സാർ അത് അത് പിന്നെ ഏഹ്, ഇത് കൈയായിട്ടല്ല, അങ്ങയുടെ കാലായിട്ട് കരുതി എന്നോട് ക്ഷമിക്കണം. സാർ നിങ്ങൾ സാറെന്ന് പറയരുത്, ദേവരാജ് എന്ന പേര് തന്നെ അങ്ങേക്ക് വിളിക്കാം, അത് മതി. ഞാൻ പോലീസാണെന്നുള്ള കാര്യമേ മറന്നേക്ക്. ലക്ഷ്മിയുടെ ചേട്ടനായിട്ട് കണ്ടാൽ മതി. അവൾ അവളുടെ ചേട്ടനെ കാത്തു നിൽക്കുമായിരുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ മകൻ വന്ന് ലക്ഷ്മിയോട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും അടക്കോ ഒതുക്കമുള്ള ഞങ്ങളുടെ ലക്ഷ്മിയുടെ ബോഡി ലാംഗ്വേജും കൂടെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് ലക്ഷ്മി ഭയപ്പെടുകയാണെന്നും നിങ്ങളുടെ മകൻ ഞങ്ങളുടെ ലക്ഷ്മിയെ കരയിപ്പിക്കുകയാണെന്നും എൻ്റെ പോലീസ് കണ്ണിലൂടെ എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തെ വിഷമിച്ച് നിൽക്കുന്ന കാണാൻ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. ഏതോ തലതെറിച്ചവനാണെന്ന് കരുതി അവൻ്റെ തുണി അഴിച്ച് നടു റോഡിൽ അപമാനിച്ചവനെ നിർത്തി ഇനി ഒരു പെൺകുട്ടിയോട് അവനിങ്ങനെ പെരുമാറാൻ പാടില്ലെന്ന് കരുതി മാത്രം ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നാൽ ലക്ഷ്മി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെയാണ് ഞാൻ അപമാനിച്ചതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കമേ. അമ്മയും എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെയും കൂടെ അമ്മയുടെ സ്വന്തം മകനായി കരുതി ക്ഷമിക്കണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അയ്യോ, എന്താ മോനെ ഇതൊക്കെ? അല്ല അമ്മേ, നിങ്ങളെല്ലാവരും എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്നോടുള്ള വിദ്വേഷം കാരണം നിങ്ങളെല്ലാവരും കൂടി ഈ ബന്ധമെങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ഞാൻ നീറി നീറി കഴിയേണ്ടി വരും. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളൊരു ചീത്തപ്പേര് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ കഴിയില്ല അമ്മേ, പ്ലീസ്. അത് കുഴപ്പമില്ല മോനെ. മോൻ ആളറിയാതെ ചെയ്ത തെറ്റിന് ഞങ്ങൾ ഒരിക്കലും ലക്ഷ്മി വേണ്ടാന്ന് വെക്കില്ല. എന്റെ ഭാര്യ പറഞ്ഞാൽ അത് വളരെ ശരിയായിരിക്കും. ഗൗതം, നീ പോന്നു? സോറിടാ, നിനക്ക് എന്നോട് ഒരു വിരോധവും തോന്നരുത്. ഇതിനപ്പുറം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ശരി എന്നാ. ദേവരാജൻ നേരിട്ട് വന്ന് ക്ഷമ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. വരൂ, ഞങ്ങളെന്നല്ല ഇറങ്ങുന്നു. ശരി.
എന്റെ മകന്റെ മാനം പോയാലും എന്തിനാ നിന്റെ അനിയത്തെ ഞങ്ങൾ സ്വീകരിച്ചതെന്ന് ഞങ്ങളുടെ ആൾക്കാർ ചോദിക്കാൻ പാടില്ല. സ്ത്രീധനം കുറച്ച് കൂടുതൽ തന്നാ മതി. അപ്പോഴേ 2 പേർക്കുള്ള മോതിരം നിങ്ങൾ ചെയ്തേക്കണം. ആ ശരി. ശിവാനി, ഈ പാല് കുടിച്ചിട്ട് പോയി കിടന്നോളൂ. വല്യമ്മ പോയി കിടന്നോ? ഞാൻ കുടിച്ചിട്ട് പിന്നെ കിടന്നോളാം. ഈ ബുക്കൊക്കെ കത്തിക്കരിഞ്ഞു പോയല്ലോ ശിവാനി. എങ്ങനെ പഠിക്കുന്നേ? വല്യമ്മേ, ഈ ബുക്കൊക്കെ കത്തിപ്പോയാലും ശരി, എന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നീ എന്തായി പറയുന്ന ശിവാനി? നാളെ രാവിലെ SA എക്സാംസ് ഉണ്ട് വല്യമ്മേ. ഇതുവരെ ഞാൻ നന്നായിട്ടാ പ്രിപ്പയർ ചെയ്തത്. ഒരു പ്രാവശ്യം കൂടി എല്ലാ ടോപ്പിക്കുകളും റിവൈസ് ചെയ്തോണ്ടിരിക്കാ വല്യമ്മേ. നിനക്കെന്താ ഭ്രാന്താണോ മോളെ? ഇനി നീ കൂടുതൽ പഠിച്ച് ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നിന്റെ വല്യച്ഛൻ നിന്നെ കൊന്നു കളയും. പകുതി കരിഞ്ഞ ഈ പുസ്തകങ്ങളോടൊപ്പം അദ്ദേഹം നിന്നെയും കരിച്ച് ചാമ്പലാക്കും. വല്യമ്മ, ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടു. ഈ ഒരു ദിവസം കൂടി ധൈര്യത്തോടെ ഇരുന്നാ ഉറപ്പായി നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ആരാടി നിനക്ക് ഇത്രയും ധൈര്യം തന്നെ? വല്യമ്മയുടെ മകൻ തന്നെ ദേവരാജേട്ടനാ എന്റെ ആദർശം, ധൈര്യം, പ്രചോദനം എല്ലാം. വല്യച്ഛന് എത്ര വലിയ ദേഷ്യക്കാരനാണോ, എന്നാൽ വല്യമ്മേരെ വയറ്റിൽ ജനിച്ച ദേവേട്ടൻ അത്രയും നല്ല മനുഷ്യനാണ്. വല്യച്ഛന്റെ മകനാണെങ്കിലും ശരിക്കും പറഞ്ഞാ ദേവേട്ടന് വല്യമ്മയുടെ സ്വഭാവാ. നീ റിസ്ക് എടുക്കുക ശിവാനി. ഇക്കാര്യമൊന്നും നിന്റെ വല്യച്ഛൻ അറിഞ്ഞ പിന്നെ നീ പുറം ലോകം കാണില്ലടി. വല്യമ്മേ, എന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുക. പക്ഷെ കല്യാണത്തിന് ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ എനിക്ക് SA ആയിട്ട് ജോലി കിട്ടുകയാണെങ്കിൽ കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി കിട്ടിയതുപോലെയാ. കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ എൻ്റെ എക്സാമുകൾ തുടങ്ങാൻ പോവാ. ആ സമയമാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ധൈര്യം എൻ്റെ ഉള്ളിൽ വരും. മനസ്സിലാക്കുക വല്യമ്മേ, എൻ്റെ സ്വപ്നം നിറവേറിയാൽ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തുണയായിരിക്കും. നിന്റെ ഈ വാശി കാണുമ്പോ നീ അത് സാധിക്കുമെന്ന് തോന്നുന്നു. ആരുടെ കണ്ണിലും പെടാതെ നീ എങ്ങനെ നാളെ പരീക്ഷ എഴുതുമെന്നറിയില്ല. പക്ഷേ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ സാധിച്ച നിർബന്ധപൂർവ്വം നടത്തുന്ന കല്യാണത്തിൽ നിന്നും നീ രക്ഷപ്പെട്ടതുപോലെ തന്നെയാ ശിവാനി. അതെ വല്യമ്മേ. ഗൗതം, നീ എത്ര ആലോചിച്ചാലും എന്ത് നടക്കണമോ അതേ നടക്കുള്ളൂ. ഈ വിഷയം ശശികുമാറിന്റെ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ അമ്മായി. എന്നാലും അവര് ചോദിച്ചത് റിങ്ങല്ലേ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എത്രയാ വിലയെന്നറിയോ? ഒരു മൂക്കുത്തി മേടിക്കാൻ തന്നെ നല്ല കാശാവും. അത് നീ ഇവരോടും പറഞ്ഞോ? എന്റെ സഹോദരിമാരെ അറിയിക്കാതെ ഞാനൊന്നും ചെയ്യാറില്ല. അത് അമ്മായിക്ക് അറിയാലോ.
ഇപ്പോഴേ ഇത്രയും കണ്ടീഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തൊക്കെ പറയുമെന്ന് അറിയില്ല. കൊറേ കണ്ടീഷൻസ് പറയാൻ അവരും മോതിരം കൊടുക്കാൻ നമ്മളും. നിങ്ങൾ അതേപ്പറ്റി ഒന്ന് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഏട്ടൻ മാത്രം ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനുള്ള പരിപാടിയാണോ ഏട്ടാ? ശരി ശരി, ഇപ്പൊ നമുക്ക് ടൗണിൽ പോയി ഏതെങ്കിലും കടയിൽ സംസാരിച്ചു നോക്കാം. പോയിട്ട് ഒരു കാര്യമില്ലമ്മേ. ഇങ്ങനെ അപശകുനം പറയാതിരിക്ക. ഹലോ ദുർഗ, ഞാൻ പറയുന്നതല്ല, ജാതകം അങ്ങനെയാ പറയുന്നേ. എന്താ അത്? നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഏട്ടന്റെ കല്യാണം നടക്കുമെന്ന് സ്വാമിജി പറഞ്ഞിട്ടില്ലേ? അങ്ങനെ തന്നെയാ സ്വാമിജിയും വന്ന് പറഞ്ഞത്. അവരങ്ങനെയൊക്കെ പറയും. ഞങ്ങളുടെ ഏട്ടൻ പറഞ്ഞതിന് ശേഷം നല്ലൊരു ആലോചന വന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ലക്ഷ്മിക്ക് കല്യാണം ആയപ്പോഴേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വിചാരിച്ചേക്കുന്നേ? ആദ്യം നിന്റെ മനസ്സിലുള്ള എന്താന്ന് പറ. എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ നമ്മുടെ കല്യാണം അങ്ങ് ആദ്യം നടത്തിയ അച്ഛനും അമ്മയും എനിക്ക് കരുതി വെച്ചതെല്ലാം ഏട്ടന് കിട്ടും. അപ്പോ ഇവരുടെ എല്ലാം കല്യാണം അടിപൊളിയായിട്ട് നടത്താം. ഞാൻ നിന്നെ കെട്ടണോ അല്ലേ? ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ, നീ ഒന്ന് മിണ്ടാതിരിക്കെ. 10 ലക്ഷം കൊടുത്തത് അവനെ സഹായിക്കാനാ, അല്ലാതെ നിന്നെ വിവാഹം കഴിക്കാനല്ല. ആ അത് കാരണമെങ്കിലും എന്നെ ഏട്ടന് കല്യാണം കഴിച്ചു കൊടുത്താല് ഏട്ടന് ഭക്ഷണവും വെച്ചു കൊടുക്കാം, ഇവരെയെല്ലാം നന്നായി നോക്കുകയും ചെയ്യാം. ആദ്യം ലക്ഷ്മി ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ട സ്വർണ്ണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിക്കാം. കളിയാക്കാണല്ലേ? ആ നിങ്ങൾ ചിരിക്കും. ചിരിച്ചതല്ല ഗംഗ. ഇവിടെ ഒരു കുശലം പറച്ചല്. ഒന്നുമില്ല അമ്മായി. എന്താ അത്? എന്താ മുത്തശ്ശി, ഒന്നുമില്ലല്ലോ കയ്യില്? കയ്യിലൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്കും മനസ്സിലായി. കയ്യിൽ എന്താ കെട്ടിയിരിക്കുന്നതെന്നാ ചോദിച്ചത്. ദേവിയുടെ ചരട അമ്മായി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പെൺകുട്ടികളുടെ കയ്യിൽ കെട്ടിയ നല്ലതാണെന്ന് വെച്ച് കെട്ടിയതാണ്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരുപാട് വർഷമായതുകൊണ്ട് ഞാൻ തലയിൽ പൂ ചൂടാറില്ല. പക്ഷേ എന്നോട് ഈ വക കഥകൾ പറഞ്ഞ് എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട നീ. ഈ വീട്ടിൽ എന്തിനാണ് കയ്യിൽ ഈ ചരട് കെട്ടുന്നതെന്ന് എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ ഗീതാകുമാരി? വിചാരിച്ച കാര്യങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കെട്ടുന്നത്. ദേവി തുണയായിരിക്കാൻ വേണ്ടി. നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ഈ തോക്കിലിരിക്കുന്ന ഉണ്ട നിന്റെ മനസ്സിലേക്ക് തുളച്ചു കയറും. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്നിട്ടെന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിങ്ങൾ വാ തുറന്ന് പറയാതിരിക്കുന്നുണ്ടെങ്കിൽ എന്തോ വലിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെന്താന്നിപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഞാൻ കൊന്നുകളയും. പറയാങ്ങോട്ട്. എന്നെ കൊന്നാലും സാരമില്ല.
നിച്ചത്താനും പറയില്ലല്ലേ? ഞാൻ പറയില്ല. കൊന്നോളൂ എന്നെ. നീ ഇത്ര വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അവസാനം വന്നെന്നർത്ഥം. ചാവടി. എന്തിനു വേണ്ടിട്ട് മുത്തശ്ശി ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നേ? വല്യമ്മയുടെ മനസ്സിൽ അതിനും മാത്രം എന്ത് രഹസ്യം ഉള്ളത്? അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വല്യമ്മയുടെ ജീവനെ എന്തിനാ ആപത്തിലാക്കുന്നത്? നിന്റെ വല്യമ്മയുടെ ജീവൻ അത്രയ്ക്ക് വലുതാണെങ്കിൽ സത്യം എന്താണെന്ന് പറ. പറയാം. ഞാൻ ഇന്ന് എന്റെ SI എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് നല്ലത് വരാൻ വേണ്ടിയാ വല്യമ്മ ഈ ചരട് എനിക്ക് കെട്ടിയത്. മനസ്സിലായോ? അമ്മയ്ക്ക് ശിവാനിക്ക് ഇത്രയും ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ അവരുടെ കണ്ണിൽ പെടാൻ പാടില്ല. അതായത് ഞാൻ അവരുടെ മുന്നിലേക്ക് പോകാൻ പാടില്ല. ഇനി ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ തന്നെ ആയിരിക്കണം. നിനക്കൊക്കെ ഇത്രയും ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊന്നും വെറുതെ വിടാനും പാടില്ല. ഇല്ല, ഞാൻ എക്സാം എഴുതിയിരിക്കും. ഞാൻ കഷ്ടപ്പെട്ടാ പഠിച്ചത്. പാസ് ആകുകയും ചെയ്യും. പോലീസ് ആവും ഞാൻ. എക്സാം എഴുതാൻ പോണോ? മുത്തശ്ശി, ദേവേട്ടാ, വേഗം ഒന്ന് പോ. എന്നെ SI എക്സാം എഴുതാൻ വിടുന്നില്ല. ഏട്ടൻ വന്ന് ഇവരെ മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറ. ദേവേട്ടാ, മുത്തശ്ശി, കഥ കടക്കടാ. അടിക്കരുത് ചേട്ടാ. ചേട്ടാ പ്ലീസ്. മുത്തശ്ശി, വാതിൽ തുറക്ക് പ്ലീസ്. ഇപ്പോൾ ഞാൻ വരുമെന്ന് ശിവാനി ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തേക്കും. ഞാൻ പോയില്ലെങ്കിൽ അവൾ അവളുടെ ബാഡ് ലക്ക് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. ദേവേട്ടന്റെ ഫോണിൽ വിളിച്ചു നോക്കാം. ഗീതാകുമാരി, ഇടയ്ക്കിടയ്ക്ക് ധൈര്യമൊക്കെ വേണം. തെറ്റല്ല. പക്ഷേ ഞാൻ വരച്ച വരയ്ക്കിപ്പുറത്തോട്ട് വന്നാൽ ദൈവമാണെങ്കിലും ശരി തെറ്റ് ചെയ്തതായി തന്നെ വിചാരിക്കും. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് അവളെ വീട്ടിന് പുറത്തിറക്കുന്ന നീ കരുതിയത്? ആ മുറിക്ക് മുന്നിൽ കാവൽ ചെന്ന് നിൽക്ക്. ശരി കൊച്ചമ്മേ. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏട്ടൻ എവിടെയാ പോയത്? ഞാൻ എവിടെയോ പോയെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാനിവിടെ നിൽക്കാൻ പാടില്ല.
ഗൗതം, നീ റെഡിയായിട്ട് വീട്ടിലേക്ക് വരുമെന്നാ വിചാരിച്ച. സഹോദരിമാർക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി വന്നപ്പോൾ അല്പം ഒന്ന് ലേറ്റായി പോയി അമ്മായി. അവർക്ക് വിശന്ന് അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളും. ആദ്യം നീ ലക്ഷ്മിയുടെ കല്യാണ ഏർപ്പാടുകളൊക്കെ ചെയ്യും. പാചകത്തിന്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അമ്മായി. അവിടം വരെ പോണമെങ്കിൽ ആദ്യം ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടണം. ഹലോ ഹലോ, ശിവാനി എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത വിധം എന്താ ചെയ്തിരിക്കുക? അയ്യോ, ഇങ്ങതാ ശിവാനി. ആ ലക്ഷ്മി, എനിക്കിന്ന് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കഷ്ടപ്പാടൊക്കെ എല്ലാം വെള്ളത്തിലാവും.